നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഈ ഹോട്ടൽ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ ഹോട്ടലിൻ്റെ പേര് നിന്ന് ബറക്ക. കാക്കുൻ്റെ ജാക്കറ്റ് ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെർനസർ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്ബെക്കിസ്ഥാനിലെ നമ്മളെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് ആമിർസോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇന്നലത്തെ താഷ്കന്ത് സിറ്റി ടൂറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു അടിപൊളി വൈബ് സ്ഥലം അല്ലേ താഷ്കന്ത്? നല്ല സ്ഥലം. നമ്മൾ വിചാരിച്ചിരുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ഇത്ര അധികം കാണാനൊന്നുമില്ല, താഷ്കന്തിൽ ഇത്ര അധികം കാണാനൊന്നുമില്ല, കുറച്ച് ഡേയ്സ് മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം തന്നെ ലൈവ് ഡേ ആയിരുന്നു. നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല, നമ്മൾ ഫുള്ള് നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് താഷ്കന്ത് സിറ്റി നമ്മൾ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ആമിർസോയിലേക്കാണ് പോകുന്നത്. റോഡാകെ കുണ്ടും കുഴിയാണ്, അപ്പം ഫോണൊക്കെ ആകെ ഇളകുന്നുണ്ട്. അപ്പോൾ ആമിർസോയില് ഫുള്ള് സ്നോ എന്നാണ് പറഞ്ഞത്. സ്നോ തന്നെ ആയിരിക്കും അല്ലേ? ആമിർസോയ് സ്നോ ആയിരിക്കും. ആ മൗണ്ടൻ റീജിയൻ ആണ്. അവിടെ സ്കൈ റിസോർട്ട് ഉണ്ട്. ആമിർസോയ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കൈ റിസോർട്ടിന്റെ പേരാണ്. ആ ഷിംഗാൻ മൗണ്ടൻ, ഷിംഗാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പൊ ഈ ആമിർസോയില് ഇപ്പൊ ഫെബ്രുവരി അല്ലേ, എന്തായാലും മഞ്ഞായിരിക്കും. എന്നാലും നമ്മൾ ടെമ്പറേച്ചറുകൾ ചെക്ക് നോക്കുമ്പോൾ -2 ഒക്കെയാണ്. അപ്പൊ നല്ല ഇതായിരിക്കും. സ്നോ പെയ്യോ നമുക്കറിയില്ല, പക്ഷെ അവിടെ മഞ്ഞുണ്ടാവും. അപ്പോൾ ഇതിലെങ്കിലും വേണ്ടില്ല, സ്നോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിംഗാൻ മൗണ്ടൻസിലെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെർനസർ. സ്ട്രോബെറി കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇവിടെ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് കേട്ടോ. ഒക്കെ റോഡ് സൈഡിൽ ആളുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. മാങ്ങല്ല, അത് കോണ, പിയറാണ്, പിയർ. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളെ കാണുമ്പോൾ അവർ വെറുതെ ചാമ്പുണ്ട്. ഒരു ചെറിയ ബോക്സിന് 40 ദിറംസ് ഇടാക്കും. ന്യൂയിലാകെ 4 ദിറംസ് ഉള്ളൂ. അത്ര ഉള്ളതിന് 40 ദിറംസ് അവർ പറഞ്ഞ. എന്തായാലും നോക്കാം, നമ്മളിങ്ങനെ പോയി നോക്കാം. നമ്മള് അതിന്റെ മൗണ്ടന്റെ മോളിക്ക് നമ്മൾ കേറുന്ന 2 സൈഡിലും ആപ്പിൾ ട്രീസ് ആണ്. കൃഷി സ്ഥലമാണ് കേട്ടോ. കുറേ ഏക്കർ കണക്കിന് കൃഷി. കുറേ കിലോമീറ്ററായി നമ്മൾ കൃഷി മാത്രം കണ്ടുവരുന്നത്. നമ്മൾ അതിലാണ് സ്ട്രോബെറി കൃഷിയൊക്കെ കണ്ടത്. ഇതൊക്കെ എന്തൊക്കെയാണോ? നമ്മള് സ്നോനോട് ഏകദേശം അടുത്താണ്. ഇപ്പൊ എത്ര പുറത്ത് ടെമ്പറേച്ചർ വെക്കും? സ്നോക്കുള്ള ടെമ്പറേച്ചർ ഒന്നും ആയില്ല, 10 ഡിഗ്രി. പക്ഷെ നമ്മളെ ഈ ഒരു സൈഡിലൊക്കെയുള്ള മൗണ്ടൻസിലൊക്കെ സ്നോ ഇങ്ങനെ കണ്ടു തുടങ്ങി. കണ്ട വൈറ്റ് കളേഴ്സ്. കേറി വന്ന ഏകദേശം 2 പഞ്ചായത്തിലെ സ്നോ വീണിട്ടാ. പുറത്തത്തെ തണുപ്പ് നമ്മൾ അറിയുന്നില്ല, കാരണം നമ്മള് വണ്ടിന്റെ ഉള്ളില് നമ്മള് ചൂടിട്ടിട്ടാണ് പോണത്. പുറത്ത് 6 ഡിഗ്രിയാണ് കാറില് കാണുന്നത്. കൊറേ തെരുവ് കച്ചവടക്കാരുണ്ട്. ആമിർസോയ് മൗണ്ടൻ റിസോർട്ട്. നമ്മളെ റിസോർട്ട് ഓൾമോസ്റ്റ് എത്തിയോ മോനെ. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടാ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫായ്സ് സോംസ്ലാരിയ, എന്താണ് ഫായ്സ് കഫേ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഫുഡ് കണ്ടെത്തുന്ന കാക്കു. ഇവിടുത്തെ ഒരു കൾച്ചറാണ് കേട്ടോ. ആദ്യം സുലൈമാനി വരും അല്ലേ. സുലൈമാനി ഇതുപോലെ ഒരു ജഗ്ഗിൽ കൊണ്ടുവരും. ഇതിൽക്കാണ് നമ്മൾ സുലൈമാനി ഒഴിച്ച് കുടിക്കുക. നമ്മുടെ നാട്ടിൽ കപ്പിന്, ചായൻ്റെ കപ്പിന് ഇവിടെ ഒരു പിടുത്തുണ്ടാവും, പക്ഷെ അതില്ല.
എന്നിട്ട് ഇതുപോലൊരു ബ്രെഡും ഉണ്ടാവും. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഇവിടുത്തെ സ്റ്റാർട്ടർ. രണ്ട് കെറ്റില് നിറച്ച് സുലൈമാനിയാണ്, സോറി ജഗ് നിറച്ചു. നമ്മള് ഫസ്റ്റ് മീൽ വന്ന് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഓർഡർ. ഇതെന്താ ലംബാക്കോ? ലംബ് റിബ്സ്. ഇത് ലംബ് റിബ്സ് റിബ്സ്, അത് കബാബ്, ലംബ് കബാബ, ലംബ് കബാബ, അത് മിക്സഡ് കബാബ്. മിക്സഡ് കബാബ്. ഓക്കെ, എങ്ങനെ ഉണ്ട് വെക്കോ? അടിപൊളിയില്ലേ? ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. എങ്ങനെയുണ്ടാ? ഇതെന്താ അതിന്റെ പേര്? ലംബ്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവിടെ മസ്റ്റായിട്ടും ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നവർ വന്ന് കഴിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് അധികമായി പോയി. ഇത്ര തന്നെ വേണ്ടിയിരുന്നില്ല അല്ലേ? പിന്നെ ഇങ്ങനെ പ്രൈസ് വരുന്നത് ടോട്ടൽ ഒരു 3.5 ലക്ഷം ഉണ്ടാവും. 3.5 ലക്ഷം, 3.40. അടിപൊളി ടേസ്റ്റ് ഫുഡാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നവർ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. ഫൈസ് കഫേ ഈ ആമിർസോയ് റിസോർട്ടിൻ്റെ ഒക്കെ ഏകദേശം ഈ ഒരു അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് അധികമായി പോയി. ഹെവിയാണ്, പിള്ളേരൊന്നും അധികം കഴിച്ചില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടുന്ന് ഇറങ്ങാം. ഇവർ ഫസ്റ്റ് ഈ ഒരു മഗ്ഗിൽ ചായ കൊടുന്നു വന്നപ്പം ഞാൻ വിചാരിച്ച് ഇതെങ്ങനെ ചിലവാകും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ 2 പേര് 2 മഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തീർത്തത് വരുടെ ഒരു എന്താ പറയുക ട്രഡീഷണൽ പരിപാടിയാണെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കുക, അതിൻ്റെ കൂടെ ചായ ഇങ്ങനെ സുലൈമാനി അടിച്ച് കയറ്റുക. 4,27,800 രൂപക്ക് സോമിന് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മുടെ ഫായ്സ് റെസ്റ്റോറൻറ്റ്, ഫായ്സ് കഫേ അവിടെയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ കേബിൾ കാർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് മുകളിലേക്ക്. അപ്പോൾ കേബിൾ കാറിന് 2 സ്റ്റേഷൻസ് ആണുള്ളത്. അതിൽ നമ്മൾ ഇവിടുന്ന് ഒരു കേബിൾ കാറിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിലിൽ പോയിട്ട് വേറൊരു സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും നല്ല ടോപ്പിലേക്ക് പോകണം. അവിടെ ആ ടോപ്പിലാണ് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. ഇവിടെ കാറ് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രീ പാർക്കിംഗ് ആണ്. ഇതിൻ്റെ മിഡിലിൽ നമ്മൾ കുറച്ചും കൂടി ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ആ മിഡിൽ പോർഷൻസിൽ നിന്ന് കേബിൾ കാർ എടുക്കുകയാണെങ്കിൽ അവിടെ കാർ പാർക്കിങ്ങിന് ഫീ ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ വിഷയം. ഇപ്പോൾ സമയം എത്രയായി? 3 o'clock അല്ലേ? 2:45. അപ്പോൾ ഇപ്പം ഇന്ന് പോണില്ലല്ലോ? നാളെ പോകും. അതിന്റെ മുകളിൽ എന്തെങ്കിലും സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ടൈം കിട്ടൂല. പിന്നെ ഒരു ഫുൾ ഡേ നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മള് ഇന്നിപ്പോ തൽക്കാലം നമ്മളിവിടെ കുറെ ലേക്ക് അതുപോലെ ഈ സ്നോന്റെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് നമ്മളിന്ന് റൂമിലേക്ക് പോവാം. ഇവിടെ ഒരു ലേക്ക് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് താഴെ മൗണ്ടൈൻ്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നാളെ നമ്മൾ ഫുള്ള് സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇത് 4 o'clock ആകുമ്പോൾ ഇവർ ക്ലോസ് ചെയ്യും അല്ലേ? 4 മണിയാകുമ്പോൾ ഇവരിത് ക്ലോസ് ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ ഫുള്ള് തെർമലും എല്ലാം ഇട്ട് സെറ്റായി വന്നതായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോവാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. എന്നിട്ട് പോലും ഇവിടെ നമ്മളെ വേറെ ഉസ്ബെക്കിസ്ഥാനിലുള്ള വേറൊരു ഫാമിലിനല്ലാതെ ആരും നമ്മൾ കണ്ടിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനിൽ ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും എന്താണ് ആളുകൾ കാണാത്തതെന്ന് അറിയില്ല. എവിടെ പോയി അറിയില്ല. എന്താ ഭംഗി! അങ്ങനെ നോക്ക്, സ്നോ വല്ല പച്ച പരവതാനി വിരിച്ച മാതിരി സ്നോ പരവതാനി വിരിച്ച പോലെ ഉണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷവറിലെ ഇവിടെ ഇവരെ മാർക്കറ്റ് കീഴടക്കുന്ന സംഭവം ശരിയാണ്. ഒരു 80% ഷവറിലാണ്. പക്ഷെ ഇപ്പം നമ്മൾ കുറേ BYDന്റെ കാറുകൾ കാണുന്നുണ്ട്. BYD ചൈന അല്ലേ നോക്കൂ? ചൈന ഏകദേശം അമേരിക്കനെ തോൽപ്പിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നില്ലേ? ചൈന മാർക്കറ്റ് പിടിച്ചിരിക്കണേ. BYD മാത്രമല്ല, ചെറി, ശങ്കൻ എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ കാറുകളുണ്ട്. ഒരു 80% ഷവർലയുടെ കാറുകളാണ്. അത്
പോകുന്ന വഴിക്കൂടെ ജസ്റ്റ് നമ്മളെ കാറൊന്ന് പാർക്ക് ചെയ്ത് നമ്മള് റോഡിന്റെ സൈഡിൽ അപ്പുറത്ത് വെറുതെ സ്നോയിലൊന്ന് പിള്ളേർക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാ കേട്ടോ. സ്നോ തിന്നാണേ. ഓ അതിന്റെ കയ്യിലൊക്കെ അതും നമ്മള് നേരെ റൂമിൽ പോവല്ലേ. ലേക്ക് പോയിട്ട് നമുക്ക് നാളെ പോവാം. ടുമോറോ നമുക്കൊന്നും കണ്ടോ സ്നോ രണ്ട് സൈഡിലും ഈ ഹൈറ്റിൽ അവർ കൊണ്ട് വാരി എടുത്തിക്കണ നമുക്ക് രണ്ട് സൈഡിലും ഞാൻ നിൽക്കും. അപ്പൊ ഈ സ്നോ അവര് വാരിട്ട് റോഡ് റെഡിയാക്കിയപ്പോ ആകെ ചളിയായത് എന്താന്നാവോ കൊറേ നേരായി. ഇവിടുത്തെ ആളുകൾക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല. ആ അവിടെ കേബിൾ കാർ ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. അവിടെ ആകെ ചളിയും ചേറുമായിട്ട് നിറഞ്ഞു. നമ്മളിപ്പോ ഇവിടെ സിപ്പ് ലൈനും കേബിൾ കാറും ഹോഴ്സ് റൈഡും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മളിപ്പോ ഇന്ന് നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എടുത്തത് ലേക്കാണ്. അത് ഇവിടുന്ന് ഏകദേശം 25 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ നാളെ നമ്മൾ ഫുള്ള് സ്നോക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ നമ്മൾ വെറുതെ ഇവിടെ ഇറങ്ങണ്ടല്ലോ. ഏകദേശം 4:30 മണിയായി. ഗൂഗിൾ മാപ്പിൽ നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റെഡ്. അപ്പോൾ ആക്ക് പറഞ്ഞേ റോഡ് പണി നടക്കുന്നുണ്ട്, അല്ല ബ്ലോക്കാണെന്നല്ലേ, ബ്ലോക്കാണെന്ന് തന്നെ. ഏകദേശം 24 മിനിറ്റ്സ് ഉണ്ട് ഈ ലൈക്കിലേക്ക്. നല്ല തണുപ്പിട്ടാ. പുറത്തിറങ്ങിയപ്പോ കയ്യ് നമ്മള് കുറച്ച് സമയമില്ലെന്ന് വിചാരിച്ചിട്ട് ഗ്ലൗ ഒന്നും ഇടാതെ ഇറങ്ങിയിട്ടുള്ളായിരുന്നു. നല്ല തണുപ്പില്ലേ. 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രി സെൽഷ്യസ്. 6 ഡിഗ്രിയോ പുറത്തോ? ഒരു രക്ഷയില്ല. അപ്പോ അടിപൊളി ലേക്ക്, നല്ല ബ്ലൂ വാട്ടർ. കുറച്ച് ദൂരെ നിന്നിട്ടാണ് കണ്ടത്, എങ്കിലും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു. 5 ആയി ടൈം. ഇനി ഇന്ന് നേരത്തെ റൂമിൽ കയറാനാണ് പ്ലാന്. ഹവാസ് സൂപ്പർ മാർക്കറ്റ്. ഹവാസ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലോ. ഇന്നോട് തന്നെ ബ്രെഡ് ഐറ്റംസ് വരെ ബ്രെഡ് വാങ്ങിക്കായിരുന്നു അല്ലേ. കൽക്കണ്ട അത്ര കൽക്കണ്ട. ഞാൻ മനസ്സിലാക്കുന്നത് കടയിലൊന്നും വന്ന ആരും ഫ്രൂട്ട്സ് വാങ്ങണ്ടല്ലോ, എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ. ആകെ ഇത്ര ഫ്രൂട്ട്സും ഈ കണ്ട വെജിറ്റബിൾസും മതി. ചീസ്, പാല്, തൈര്, എഗ്ഗ്, അതൊരു രക്ഷയില്ല, ഇഷ്ടം പോലെ. ജ്യൂസ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റേഷൻ കടയിലൊന്നും ക്യാമറമാൻ ഷെറിനോടൊപ്പം. ഈ കാണുന്നത് രണ്ടും വോഡ്ക മാർക്കറ്റ് ആട്ടാ, കള്ള് ഷാപ്പാണ് അത്ര. രണ്ട് വോഡ്ക മാർക്കറ്റ്. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മളിനിപ്പോ റൂമിലേക്ക് ഓർഡർ ചെയ്യാന്ന് വിചാരിക്കണം. സഹിക്കാൻ പറ്റണില്ല. ഞാൻ പുറത്ത് ജസ്റ്റ് ഇറങ്ങണം ചോദിച്ചിട്ട് കൈമ ഗ്ലൗ ഒന്നും ഇടാതെ ഇറങ്ങിയതാണ്. ഇത് കണ്ട ഉള്ളിൽ കണ്ട 3 ഡ്രസ്സാണ്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മള് ഹോട്ടല് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നത്, പക്ഷേ ഹോട്ടല് ചതിച്ചതാണോ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണോ എന്ന് മനസ്സിലാവുന്നില്ല.
അവരെ കോൾ ചെയ്തിട്ട് അവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നമാണ് ഒരാൾക്കും ഇംഗ്ലീഷ് അറിയില്ല. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുകയാണ് കേട്ടോ, അവർ പറയുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ ഇട്ടിട്ട്. പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല സംഭവം. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് പൂളാണ്, അത്ര സ്വിമ്മിങ് പൂൾ. എന്താ സ്നോ വീണ് കിടക്കാണ് ഫുള്ള്. ഇതാണ് റൂം. നമ്മൾ വലിയ സെറ്റപ്പുള്ള റൂമൊന്നും എടുത്തിട്ടില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം എടുത്തതാണ്. ഉണ്ടോ? പിന്നെ വാഷ്റൂം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.